ഹായ്, MAS മമ്പാട് കോളേജിലെ ന്യൂട്രീഷൻ സയൻസ് ആൻഡ് ഡയറ്ററ്റിക് ഡിപ്പാർട്ട്മെന്റ് വേൾഡ് ഡയബറ്റീസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കോളേജിന്റെ സറൗണ്ടിങ്ങിലുള്ള സ്റ്റുഡൻസിനോടും മറ്റുള്ളവരോടും ഡയബറ്റീസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഗ്യാതറിംഗ് വീഡിയോ ആണിത്. വെള്ളച്ചോറ്, വെള്ള കളറുള്ള ചോറ്. ഡയബറ്റീസ് പേഷ്യന്റിന് ഈ വെള്ളച്ചോറ് കഴിക്കാൻ പറ്റും. നിങ്ങൾക്കറിയോ? പറ്റില്ല, അറിയാം. അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് വൈറ്റ് റൈസ് എന്തുകൊണ്ടാണ് കഴിക്കാൻ പറ്റാത്തത് എന്തെങ്കിലും അറിയോ? കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. പകരം ബ്രൗൺ റൈസ്, അതായത് ചുവന്ന ആ ഒരു അരി ഉണ്ടല്ലോ, ആ ഒരു ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും. കാരണം അത് സൊല്യൂബിൾ ഫൈബർ ആയതുകൊണ്ട് നമ്മളെ വയറ്റിലെത്തിയാൽ അത് കുറച്ചീശാണ് ഗ്ലൂക്കോസ് വിടുക. അപ്പൊ നമുക്ക് ആ ഡയബറ്റീസ് പേഷ്യൻസിന് നമുക്ക് ആ ബ്രൗൺ റൈസ് ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യാം. വൈറ്റ് റൈസ് ലോ ഫൈബർ ആണ്. ഫൈബർ കൂടുതലുള്ള ഫുഡാണ് നമുക്ക് കഴിക്കാൻ ഡയബറ്റീസ് പേഷ്യൻസിന് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ബ്രൗൺ റൈസ്, ഇത് ഡയബറ്റിക് പേഷ്യന്റിന് കൺസ്യൂം ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയോ? കാരണം ഇതില് നല്ല ഫൈബർ ഉണ്ട്, സൊല്യൂബിൾ ഫൈബർ ഉണ്ട്. ഇത് ഡയബറ്റിക് പേഷ്യന്റ് കൂടുതലും ഫൈബർ ആയിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടത്. പിന്നെ ഇതിൽ പറഞ്ഞാല് കോംപ്ലക്സ് ആയിട്ടുള്ള ഷുഗർ, അതായത് നമ്മൾ കൺസ്യൂം ചെയ്താലും നമ്മളെ ബോഡിക്ക് അത് വെള്ളിച്ച മാത്രം ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, അതായത് ഷുഗർ റിലീസ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മളെ ഡയബറ്റിക് പേഷ്യന്റ് കൂടുതലും കോംപ്ലക്സ് ആയിട്ടുള്ള ഷുഗർ കണ്ടന്റുള്ള ഫുഡാണ് നമ്മൾ കൂടുതലും കഴിക്കേണ്ടത്. ഒത്തിരി പേര് വൈറ്റ് റൈസ് ആണ് കഴിക്കാം, അത് കഴിക്കാൻ പാടില്ല. കാരണം അതിൽ കുറെ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ വെള്ളച്ചോറ് നനയാതെ നല്ലത് ഈ ബ്രൗൺ റൈസ് കഴിക്കണതാണ് ഡയബറ്റിക് പേഷ്യന്റ്. ഇത് ബനാന, ഇത് ഡയബറ്റീസ് പേഷ്യന്റിന് പറ്റുമല്ലേ? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഷുഗർ. അതെ, അപ്പം അതാണ് ഷുഗർ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ഡയബറ്റീസ് പേഷ്യന്റ് പറ്റൂല പറയുന്നത്. എന്താ വെച്ചാൽ അതിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നെങ്കിൽ ഇതിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഈ കാർബോഹൈഡ്രേറ്റ് എന്താ കാട്ടാന്ന് അറിയില്ല, ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടും. നമ്മളിപ്പോൾ നോർമലായിട്ട് നമ്മളെ ബോഡിയിലേക്ക് ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഈ ഡയബറ്റീസ് പേഷ്യന്റിന് ബോഡിയില്ലേ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസും സെൽസിൽ നിന്നും ബ്ലഡിൽ നിന്നൊക്കെ ഗ്ലൂക്കോസ് എടുക്കാൻ പണിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ പിന്നെയും കൂടിയാൽ അത് പ്രശ്നമാവുമല്ലോ. അതുകൊണ്ടാണ് ഈ ബനാന കഴിക്കാൻ പറ്റൂല എന്ന് എല്ലാവരും പറയണത്. ബനാന അത്രയും കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അൺറൈപ്പനായിട്ടുള്ള ബനാനല്ലേ, അപ്പം അധികം പഴുക്കാത്ത ബനാന, അതിലൊക്കെ ഷുഗർ കുറവായിരിക്കും. അങ്ങനത്തെ ബനാന ആണെങ്കിൽ നമുക്ക് കൺസ്യൂം ചെയ്യാം. ഇത് ബെറീസ്. ഈ ബെറീസ് ഒരു ഡയബറ്റിക് പേഷ്യൻസിന് പറ്റുമെന്നാ പറ്റൂല എന്നാണ് തോന്നുന്നത്? പറ്റും. എന്തുകൊണ്ടാണ്? അതിൽ എന്താ പറയുക, ബെറീസ് ഇപ്പത്തെ അറിയില്ല, നാച്ചുറൽ ആയിക്കാണ്ട് ആവുമ്പോൾ എന്താ പറയുക, ഈ പ്രോട്ടീൻ ഇതൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞത്, അതായത് ബെറീസിൽ എന്ന് വെച്ചാൽ ഫൈബറിന്റെ കണ്ടന്റ് കൂടുതലാണ്. അതായത് ഒരു ഡയബറ്റിക് പേഷ്യൻസിന് ഫൈബറിന്റെ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സാണ് നമ്മൾ കൊടുക്കല്. പിന്നെ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് വെച്ച് നോക്കിക്കാണ്ടാണ് നമ്മൾ ഒരു പേഷ്യന്റ് ഡയബറ്റീസ് ആണോ അല്ലേ നമുക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ ഈ ബെറീസിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. അപ്പോൾ നമുക്ക് ബെറീസ് ഒരു ഡയബറ്റിക് പേഷ്യന്റ് കൊടുക്കാൻ പറ്റും. ഇത് അവകാഡോ. ഇത് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് കൺസ്യൂം ചെയ്യാൻ പറ്റൂലേ? പറ്റും. അതെന്താ കാരണം എന്നറിയോ? ഇതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫൈബറിന്റെ അളവ് കൂടുതലാണ്. നമ്മൾ ഡയബറ്റീസ് പേഷ്യൻസിന് ഫൈബറിന്റെ അളവ് കൂടുതലുള്ള ഫുഡാണ് കൊടുക്കുക. പിന്നെ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് പറഞ്ഞ വാല്യൂ നോക്കും. ഇതിൽ ഈ അവകാഡോയില് ഗ്ലൈസിമിക് ഇൻഡെക്സിന്റെ വാല്യൂ കുറവാണ്. അപ്പോൾ നമ്മളിത് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. പിന്നെ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവും കുറവാണ്. അപ്പോൾ ഇത് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് കൊടുക്കാം. ഇത് വൈറ്റ് റൈസ്. ഇത് ഒരു ഡയബറ്റീസ് പേഷ്യന്റിന് കൺസ്യൂം ചെയ്യാൻ പറ്റുമല്ലേ? ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഷുഗർ കണ്ടന്റ് കൂടുതൽ, അങ്ങനെ പറയാം. ഷുഗർ പേഷ്യൻസിന് ഇത് പറ്റില്ല എന്നുള്ള രീതിയിലാണല്ലോ പറയാറുള്ളത്. കാരണം ഇത് ഫൈബർ കുറവായതുകൊണ്ട് നമ്മൾ ഫൈബർ റിച്ച് ഫുഡാണ് ഡയബറ്റീസ് പേഷ്യൻസിന് കഴിക്കേണ്ടത്. അപ്പം ഇത് ഫൈബർ കുറവായതുകൊണ്ട് സിമ്പിൾ ഷുഗർ കൂടുതലായിരിക്കും. അപ്പം നമുക്ക് വൈറ്റ് റൈസ് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. പകരം ബ്രൗൺ റൈസ് കഴിക്കാം. ബ്രൗൺ റൈസ് പറയുമ്പോൾ നമ്മൾ സൊല്യൂബിൾ ഫൈബറാണ്, അതുമല്ല കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്താലും ഗ്ലൂക്കോസ് ലെവൽ കുറച്ചേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ബ്രൗൺ റൈസ് ആയിരിക്കും കൂടുതൽ ഡയബറ്റീസ് പേഷ്യൻസിന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു മാം. താങ്ക് യു. ഉരുളക്കിഴങ്ങ്. ഈ ഉരുളക്കിഴങ്ങ് ഒരു ഡയബറ്റീസ് പേഷ്യൻസിന് പറ്റൂല എന്നാണ് നമുക്ക് തോന്നുന്നത്? തോന്നുന്നത്. പക്ഷെ ഉരുളക്കിഴങ്ങ് നമ്മൾ ഡയബറ്റീസ് പേഷ്യൻസിന് കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങില് ഫൈബർ കണ്ടന്റ് കുറവാണ്.
ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെയാണ് നമ്മൾ ഡയബറ്റീസ് പേഷ്യന്റിന് കൊടുക്കല്. ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് പറഞ്ഞൊരു സംഭവമുണ്ട്. ഗ്ലൈസീമിക് ഇൻഡെക്സ് നോക്കിയിട്ടാണ് ഒരു പേഷ്യന്റ് ഡയബറ്റീസ് ആണോ അല്ലേ നമ്മൾ നോക്കല്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് അവർ ഡയബറ്റിക് ആവാനുള്ള ചാൻസ് കൂടും. അതുകൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊടുക്കാറില്ല. ഇത് ഒരു ഡയബറ്റീസ് പേഷ്യൻസിന് കൺസ്യൂം ചെയ്യാൻ പറ്റൂലേ? എന്തുകൊണ്ടില്ല എന്ന് പറയുന്നത്? ഫാസ്റ്റ് ഫുഡാണ്, ജങ്ക് ഫുഡാണ്. ഓക്കെ, എന്തായാലും കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഷുഗർ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഡയബറ്റീസ് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റില്ല. ഇനി അഥവാ ഡയബറ്റീസ് പേഷ്യൻസിന് കഴിക്കണം എന്നാണെങ്കിൽ നമ്മൾ യോഗേർട്ട്, പിന്നെ ബെറീസ് അങ്ങനത്തെ ഒക്കെ കഴിക്കാം. അത് മാത്രമല്ല ഷുഗറിൻ്റെ പകരം ജസ്റ്റ് നമുക്ക് ജാഗറി ആഡ് ചെയ്യാം, ഡേറ്റ്സ് ആഡ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഡെസേർട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു ഡെസേർട്ട് നമുക്ക് കഴിക്കാൻ പാടില്ല. ഷുഗർ കണ്ടന്റ് ഉള്ള ഡെസേർട്ട്സ് കഴിക്കാൻ പാടില്ല. താങ്ക് യു.